നമുക്കറിയാമല്ലോ, ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് 5 വക്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ആ 5 വക്ത് നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഫജ്ർ നമസ്കാരത്തിന് മുമ്പും ളുഹർ നമസ്കാരത്തിന് മുമ്പും ശേഷവുമൊക്കെ, അതേപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഇശാ നമസ്കാരത്തിന് ശേഷവും, അതേപോലെ മറ്റു സുന്നത്തായ ധാരാളം നമസ്കാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഈ നമസ്കാരങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിർബന്ധ നമസ്കാരത്തിലെ പോരായ്മകൾ അത് പരിഹരിക്കുന്നു എന്നാണ്. അതോടൊപ്പം വമ്പിച്ച പ്രതിഫലം നമുക്ക് അത് നേടിത്തരികയും ചെയ്യും. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഒരു പ്രാധാന്യം, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് സുന്നത്തല്ലേ, നിർബന്ധമല്ലല്ലോ എന്ന് കരുതി ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. നന്മ ചെയ്യാനുള്ള ഒരു അവസരം പോലും നമ്മൾ നിസ്സാരമായി കരുതരുത് എന്നാണ്. കാരണം നമ്മൾ തഹ്കിറൂന എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ നിസ്സാരമായി കരുതുന്ന വതൻഫിലൂന, അത് നഫ്ലല്ലേ സുന്നത്തല്ലേ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ. പക്ഷേ അതാണ് ഖബറിൽ വെച്ച് ഒരാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ്. കാരണം ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നതിൽ സുന്നത്തായ ധാരാളം കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ഖബറിൽ നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ വർധനവിൽ, മഹ്ശറിൽ നമുക്കുള്ള വിചാരണ എളുപ്പമാക്കുന്നതിൽ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിലൊക്കെ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്കം ഖൈറാണെങ്കിലും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ കാണും. അതുകൊണ്ട് ഒരു നന്മയെയും നിസ്സാരമായി കരുതാതെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ നന്മകൾ ചെയ്യുക.